ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സ്റ്റഡി നോട്ട് 4 പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു, അതുപോലെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഫസ്റ്റ് മെത്തേഡിലും സെക്കൻഡ് മെത്തേഡിലും കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. സെക്കൻഡ് മെത്തേഡിലെ കുറച്ച് പ്രോബ്ലം ഇന്നലെ ചെയ്തു. അതിൽ നിന്ന് സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ്, ടെയിൽ ഇവന്റ്, അതുപോലെ ഏതാണ് ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തു. നമ്മൾ ഇന്ന് സ്ലാക്കും അതുപോലെ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡന്റ് ഫ്ലോട്ടും കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം കൂടി ചെയ്തതിന് ശേഷം പെർട്ടിലേക്ക് കടക്കും. ഓക്കെ, പെർട്ട് എന്താണെന്ന് അറിയാലോ അല്ലെ, പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതപ്പോ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് ആ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം കേട്ടോ. സ്ലാക്ക് ഒക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോബ്ലം. ഓക്കെ, ക്വസ്റ്റൻ എഴുതിക്കോ. ആക്ടിവിറ്റി നോർമൽ ടൈം കാണുന്നുണ്ടല്ലോ അല്ലെ. 1 to 2, 8, 1 to 3, 10, 1 to 4, 8, 2 to 3, 10, 2 to 6, 16, 3 to 5, 17, 4 to 5, 18, 4 to 6, 14, 5 to 6, 9. Okay. Show the arrow diagram. ക്വസ്റ്റിന് താഴെ എഴുതുക. ഷോ ദ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡയഗ്രാം തന്നെയാണ് കേട്ടോ. ആരോ ഡയഗ്രാം. ഐഡന്റിഫൈ the critical path and find out the total project duration then slack total float, free float and independent float. ഓക്കെ, ക്വസ്റ്റൻ എഴുതിയോ? വേഗം ക്വസ്റ്റൻ എഴുതു. വലിയ പാടില്ലാത്ത ഒരു ഡയഗ്രമാണ്. ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം ഫോർവേഡ് പാത്ത്, ബാക്ക്വേർഡ് പാത്ത് ഉപയോഗിച്ച് ഒരു ക്രിട്ടിക്കൽ പാത്ത് കൂടി കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കരുതോ? അറിയാലോ, നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ അല്ലേ. വേഗം ചെയ്തു. നിങ്ങൾ വരയ്ക്ക്. 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം ഞാൻ വരച്ച് കാണിക്കാം. നിങ്ങൾ വരച്ചത് ശരിയാണോ എന്ന് അറിയാമല്ലോ. അപ്പൊ ഒരു 5 മിനിറ്റ് പോരെ? 5 മിനിറ്റ് മതിയാവും. വേഗം വരച്ചു. ദാ ഞാനിവിടെ വരയ്ക്കാം. 1 to 2.
1 to 3. 1 to 4. 2 to 3. 2 to 6. 2 to 6. 3 to 5. 2 to 6. 3 to 5. Okay. 4 to 5. 4 to 5. 4 to 6. 4 to 6. അത് ഇങ്ങനൊക്കെ വരയ്ക്കാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. 4 to 6. നോ പ്രോബ്ലം, ഇങ്ങനൊക്കെ വരയ്ക്കാം. 4 to 6. Then 5 to 6. ഇങ്ങനെയാണോ ഡയഗ്രം കിട്ടിയേ? ഇങ്ങനെയാണോ ഡയഗ്രം കിട്ടിയേ? എല്ലാരും പറഞ്ഞേ, ഇങ്ങനെയാണോ ഡയഗ്രം കിട്ടിയേ? ഡയഗ്രം വരയ്ക്കാനായിട്ട് ഞാനിത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കളയാണ് കേട്ടോ. ഡയഗ്രം വരച്ച് ഫോർവേഡും ബാക്ക്വേഡും ചെയ്യണ്ടേ, അതിനു വേണ്ടിയിട്ട്. ഓക്കെ, ടൈമുകളും കൂടെ എഴുതിക്കോ കേട്ടോ. ടൈം കൂടെ എഴുതിക്കോ. 1 to 2ന്റെ എത്രയാണ്? 8. 1 to 3യുടെ എത്രയാ? 10. 1 to 4ന്റെ എത്രയാ? 8. 2 to 3യുടെ എത്രയാ? 2 to 3 10 ആണോ? ഓക്കെ, 10. Then 2 to 6ന്റെയോ? 2 to 6ന്റെ എത്രയാ? 2 to 6 16. Then 3 to 5. 3 to 5ന്റെ എത്രയാ? 17 ആണോ? 17. Then 4 to 5. 4 to 5 18. Then 4 to 6. 4 to 6ന്റെ എത്രയാ? 14. 5 to 6. 5 to 6 9 ആണോ? നമ്മളെല്ലാം കൊടുത്തു, ഡയഗ്രാം വരച്ചു, ടൈം ഡ്യൂറേഷൻ എഴുതി. ഇനി നമുക്ക് ഫോർവേഡ് പാത്തും ബാക്ക്വേഡ് പാത്തും ചെയ്യാം. ഫോർവേഡ് പാത്തും ബാക്ക്വേഡ് പാത്തും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, നല്ല രീതിയിൽ അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതാണ് അല്ലെ. എല്ലാ നോഡുകൾക്കും മുകളിലും ബോക്സ് ഇട്ടോ. എന്നിട്ട് ഫോർവേഡ് പാത്ത് ഒന്ന് ചെയ്തേ നോക്കട്ടെ. ഫോർവേഡ് പാത്ത് ഒന്ന് ചെയ്തേ. 0 ആണ് സ്റ്റാർട്ടിങ്. 0 ആണ് സ്റ്റാർട്ടിങ്. 2 എന്ന് പറയുന്ന നമ്പറിലേക്ക് 1ൽ നിന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. 2 എന്ന് പറയുന്ന നമ്പറിലേക്ക് 1ൽ നിന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. 0 + 8 ചെയ്തോ? 8 വരും. 3 എന്ന് പറയുന്ന നോഡിലേക്ക് 1ൽ നിന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. 3 എന്ന് പറയുന്ന നോഡിലേക്ക് 1ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. അല്ല, 3 എന്ന് പറയുന്ന നോഡിലേക്ക് 2ൽ നിന്നും വരുന്നുണ്ട്, 1ൽ നിന്നും വരുന്നുണ്ട് അല്ലെ. 2ൽ നിന്നും വരുന്നു, 1ൽ നിന്നും വരുന്നു. അപ്പോ രണ്ടും എഴുതി മാക്സിമം നോക്കണം അല്ലെ. 3 എന്ന് പറയുന്ന ആ നോഡ് കൊടുക്കുക. 2ൽ നിന്നാണെങ്കിൽ 8 + 10 ആയിരിക്കും വരിക, 18 അല്ലെ. 1ൽ നിന്നാണെങ്കിലോ 0 + 10 വരും. ഇതിൽ ഏതാണ് മാക്സിമം? 18 ആണ് മാക്സിമം. നമ്മൾ 18 കൊടുക്കും. ശരിയല്ലേ പറഞ്ഞേ? ശരിയല്ലേ? സംശയമുണ്ടോ? ഇനി 4ലേക്ക് പോവാം. 4 എന്ന് പറയുന്ന നോഡിലേക്ക് 1ൽ നിന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. 3ൽ നിന്നോ 2ൽ നിന്നോ വരുന്നുണ്ടോ? ഇല്ല. 4ലേക്ക് 1ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0 + 8 8 എഴുതാം. 4 ആയി. 5 എന്ന് പറയുന്ന നോഡിലേക്ക് പോവാ. 5 എന്ന് പറയുന്ന നോഡിലേക്ക് 3ൽ നിന്നും വരുന്നുണ്ട്, 4ൽ നിന്നും വരുന്നുണ്ട് അല്ലെ. നമുക്ക് 5 എഴുതാം. 3ൽ നിന്നാണെങ്കിൽ എത്രയായിരിക്കും? 18 + 17 അല്ലെ. എത്ര വരും? 18 + 17 35. എന്നാൽ 4ൽ നിന്നാണെങ്കിലോ
18 പ്ലസ് 8 അല്ലേ, 18 കിട്ടും 26. സോ ഇതിൽ ഏതാണ് ഹയസ്റ്റ്? 35 ആണ്. സോ നമ്മൾ 35 എഴുതും. 5 കഴിഞ്ഞ് 6ലേക്ക് വാ. 6 എന്ന് പറയുന്ന നോഡിലേക്ക്. അവിടെ പ്രശ്നമുണ്ട്. 6ലേക്ക് എവിടെ നിന്നെല്ലാം വരുന്നുണ്ട്? 4 നിന്ന് വരുന്നുണ്ട്, 5 നിന്ന് വരുന്നുണ്ട്, 2 നിന്ന് വരുന്നുണ്ട് അല്ലേ. 4 നിന്ന് വരുന്നു, 5 നിന്ന് വരുന്നു, 2 നിന്ന് വരുന്നു അല്ലേ. ആരോസ് നോക്ക് നിങ്ങള്, ശരിയല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് മാക്സിമം വരുന്നതെന്ന്. 2 എന്നുള്ളത് നോക്കാം ആദ്യം. 8 പ്ലസ് 16 ആണ് വരുന്നത്. 16 തൊട്ട് 24 അല്ലെ. 5 ആണെങ്കിൽ 35 പ്ലസ് 9 വരും. 35 പ്ലസ് 9 എത്ര വരും? 44. 4 ആണെങ്കിലോ 8 പ്ലസ് 14 വരും. 14 തൊട്ട് 22. സോ ഇതിൽ ഏതാണ് മാക്സിമം? 44 ആണ് മാക്സിമം. നമ്മളപ്പോ ഏതെഴുതും? 44 എഴുതും. ഉണ്ടല്ലോ, 6 വരെയായി. ഫോർവേഡ് പാത്ത് കഴിഞ്ഞു. ഇനി ബാക്ക്വേർഡിലേക്ക് വരുവാണ്. ഇവിടെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും? 44 ആയിരിക്കും. 6ന് നേരെ ബാക്കിലുള്ളത് 5 ആണ്. 5ലേക്ക് എവിടെ നിന്നെല്ലാം വരുന്നുണ്ട്? 5ലേക്ക് 6 നിന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. 7ഉം 8ഉം 9ഉം നോഡുകളൊന്നും ഇല്ല. 6 മാത്രമേ ഉള്ളൂ 5ന് തൊട്ട് മുമ്പില്. സോ അവിടെ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് എങ്ങനെ എഴുതാം? 44 മൈനസ് 9 എത്ര എഴുതും? 35 അല്ലെ. 4ലേക്ക് വന്നേ. 4ലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും 5ൽ നിന്നും വരുന്നുണ്ട്, 6ൽ നിന്നും വരുന്നുണ്ട് അല്ലെ. 4ലേക്ക് 5ൽ നിന്നും വരുന്നുണ്ട്, 6ൽ നിന്നും വരുന്നുണ്ട്. സോ നമുക്ക് നോക്കണം. അപ്പൊ ബാക്ക്വേർഡ് പാത്ത് എഴുതുക. സൈഡിലേക്ക് കൊണ്ടുപോവേ. ബാക്ക്വേർഡ് പാത്ത് എഴുതുക. ഏതാ നോഡ്? ഏതാ? 4 ആണ് അല്ലെ. 4th നോഡാണ് പ്രശ്നമായിട്ട് കിടക്കുന്നത്. സോ നമുക്ക് നോക്കാം. മിനിമം അല്ലേ എടുക്കേണ്ടത്? നോക്കാം. 6ൽ നിന്നാണെങ്കിൽ 44 മൈനസ് 14 വരും അല്ലെ, 30 വരും. എന്നാൽ 5ൽ നിന്നാണെങ്കിലോ 35 മൈനസ് 18 വരും, 17 അല്ലെ. സോ ഇതിൽ ഏതാണ് മിനിമം? 17 ആണ് മിനിമം. അപ്പൊ ഏതാണ് കൊടുക്കേണ്ടത്? 17 ആണ് കൊടുക്കേണ്ടത്. ശരിയല്ലേ പറഞ്ഞേ? ഓക്കെ. ഇനി 3 എന്ന് പറയുന്ന നോഡാണ്. 3 എന്ന് പറയുന്ന നോഡിലേക്ക് എവിടെ നിന്നൊക്കെ ഉണ്ട്? 5ൽ നിന്ന് മാത്രമേ ഉള്ളൂ. 5ൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ. 6ൽ നിന്നോ 4ൽ നിന്നോ എല്ലാം വരുന്നുണ്ടോ? ഇല്ല. 5ൽ നിന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ? സോ 35 മൈനസ് 17 ചെയ്താൽ പോരെ? എത്ര വരും? 18 തന്നെ വരും. ഇനി 2 എന്ന് പറയുന്ന നോഡ് എടുത്തേ. 2 എന്ന് പറയുന്ന നോഡ് അവിടെ പ്രശ്നമുണ്ട്. 2ലേക്ക് വരുന്നത് 6ൽ നിന്നും വരുന്നുണ്ട്, 3ൽ നിന്നും വരുന്നുണ്ട്. 2ലേക്ക് 6ൽ നിന്നും വരുന്നുണ്ട്, 3ൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മിനിമം നോക്കണം. 6ൽ നിന്നാണെങ്കിൽ 44 മൈനസ് 16ഉം അതായത് 28ഉം 3ൽ നിന്നാണെങ്കിൽ 18 മൈനസ് 10ഉം ആണ് വരുന്നത്. ഇതിലേതാണ് ലോവർ? ഇതിലേതാണ് മിനിമം? 8 ആണ്. സോ നമുക്ക് 8 കൊടുക്കാം. ഇനി ഏതേ ഉള്ളൂ? 1ഉം കൂടെ ഉള്ളു അല്ലെ. 1ലേക്ക് നിങ്ങൾ നോക്കിക്കേ. എവിടുന്നൊക്കെ വരുന്നുണ്ട്? 2ൽ നിന്ന് വരുന്നുണ്ട്, 3ൽ നിന്ന് വരുന്നുണ്ട്, 4ൽ നിന്ന് വരുന്നുണ്ട്. സോ അതിൽ മിനിമം ഏതാണെന്ന് നോക്കണ്ടേ? നോക്ക്. 2ൽ നിന്നാണെങ്കിൽ 8 മൈനസ് 8 വരും, 0. 3ൽ നിന്നാണെങ്കിൽ 18 മൈനസ് 10 വരും, 8 വരും. 4ൽ നിന്നാണെങ്കിൽ 17 മൈനസ് 8 വരും. അല്ലേ? 9. ഇതിലേതാണ് മിനിമം? ഇതാണ് മിനിമം. സോ നമ്മൾ ഏത് കൊടുക്കും? അല്ല സോറി, 8 അല്ല, 0 അല്ല മിനിമം. 0 ആണ് മിനിമം. 0 ആണ് മിനിമം. നമ്മൾ 0 കണ്ടോ? ഫോർവേഡ് പാത്തിലൂടെയും ബാക്ക്വേർഡ് പാത്തിലൂടെയും നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു അല്ലെ. ഏതാണെന്ന് പറയാമോ ക്രിട്ടിക്കൽ പാത്ത്? ഇവിടെ 2 പാത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. 2 പാത്ത് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ട് പാത്തിന്റെ വാല്യൂ സെയിം ആയിരിക്കുമോ എന്ന് നോക്കി. ആദ്യം ഇത് നോക്കാം, മുകളിൽ കൂടെ ഉള്ളത് നോക്കാം. അല്ലല്ലോ, 3 പാത്ത് വരുന്നുണ്ട് അല്ലെ. 1 to 2, 2 to 6 എന്ന് പറയുന്ന ഒരു പാത്തുണ്ട്. അതിന്റെ എത്ര വരും ഡ്യൂറേഷൻ? 16 വിട്ടും 24 അല്ലെ, 24 വരും. പിന്നൊരു പാത്ത് എന്ന് പറയുന്നത് 1 to 2, 2 to 3, 3 to 5, 5 to 6 അങ്ങനെ ഒരു പാത്ത് ഉണ്ട് അല്ലെ.
നമുക്ക് നോക്കാം എത്ര വരും. 8, 18, 18, 17, 35, 9, 44 വരും ആ ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ നേരെ വേണം പോവാം, ഇതുവഴി അല്ലാതെ നേരെ വേണം പോവാം അല്ലെ. അപ്പോൾ എത്ര വരും നോക്കി. 10, 27, 27, 9, 27, 9, 35 സംതിങ് വേണ്ട വരത്തുള്ളൂ അല്ലെ. ഓക്കെ. അപ്പൊ നമ്മുടെ പാത്ത് ഏതാണ്, ഏതായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതായിരിക്കും നമ്മുടെ പാത്ത്? ഏതാണോ ഡ്യൂറേഷൻ കൂടുതൽ വരിക, ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം അല്ല നമ്മൾ എടുക്കുന്നത്. സോ നമ്മുടെ പാത്ത് ഇതാണ് 1 to 2, 2 to 3, 3 to 5, 5 to 6. അതായത് ടൈം ഡ്യൂറേഷൻ നോക്കുമ്പോൾ 8, 18, 18, 17, 35, 35, 9, 44. 44 ടൈം ഡ്യൂറേഷൻ വരുന്നത്. സോ അതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള സംശയം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ലൈക്ക് കണ്ടുപിടിക്കണം. സ്ലൈക്ക് ഓഫ് ഹെഡ് ഇവന്റ് കണ്ടുപിടിക്കണം, സ്ലൈക്ക് ഓഫ് ടെയിൽ ഇവന്റ് കണ്ടുപിടിക്കണം, അതുപോലെ ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്. നമുക്ക് അതുകൂടെ കണ്ടുപിടിച്ചേക്കാം. എന്താ, റെഡി അല്ലേ? ഞാൻ ഇതൊക്കെ ഒന്ന് വായിച്ചോട്ടെ. നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ഒക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ അപ്പോഴത്തേക്ക് ബോക്സ് വരയ്ക്കും കേട്ടോ. നിങ്ങൾ അപ്പോഴത്തേക്ക് ഈ ഒരു ബോക്സ് വരച്ചോളൂ. നീറ്റായിട്ട് തന്നെ വരയ്ക്കണേ. ഇത്ര റോസ് വേണ്ടി വരില്ല. നമുക്ക് എത്ര ആക്ടിവിറ്റി ഉണ്ട്? 2, 4, 6, 8, 9 ആക്ടിവിറ്റി ഉള്ളു. അപ്പൊ 9 റോസ് മതിയാവും. കോളം ഇത്രയും തന്നെ വേണം. ഞാൻ എന്താ തുടച്ചു കഴിയാറായി. നിങ്ങൾ വേഗം വരയ്ക്കേ, ഒന്നിച്ചങ്ങ് ചെയ്യാം. ആക്ടിവിറ്റീസ് എല്ലാം എഴുതിക്കും. 1 to 2, 1 to 3, 1 to 4, 2 to 3, 2 to 6, 3 to 5, 4 to 5, 4 to 6, 5 to 6. അത്രേ ഉള്ളൂ അല്ലേ? കറസ്പോണ്ടിങ് ടൈം ഡ്യൂറേഷൻ കൂടെ എഴുതണേ. 8, 10, 8, 10, 17, 18, 14, 9. ഓക്കെ, ഇത്ര എഴുതിയോ എല്ലാരും? എഴുതിയില്ലെങ്കിൽ എഴുതി വാ. 2 minutes സമയം തരാം. 2 minutes വേഗം ആയിക്കോട്ടെ.
ഓക്കെ, ഇ എസ് ടി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇ എസ് ടി ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡയഗ്രത്തിൽ നിന്ന് കിട്ടും അല്ലെ. 1 to 2 എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഹെഡ് ഇവന്റിൽ നിന്നാണോ ടെയിൽ ഇവന്റിൽ നിന്നാണോ കിട്ടുന്നത്? എവിടുന്നാണ് കിട്ടുന്നത്? 1 to 2 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ആ ഒരു ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവന്റിൽ നിന്നാണോ ടെയിൽ ഇവന്റിൽ നിന്നാണോ കിട്ടുന്നത്? ടെയിൽ ഇവന്റിൽ നിന്നാണ് കിട്ടുന്നത്, വാലറ്റത്തു നിന്നാണ് കിട്ടുന്നത് അല്ലെ. സോ നമുക്കൊന്ന് വരാം, അങ്ങോട്ടേക്കൊന്ന് വന്നു നോക്കാം. ഇതാണ് സംഭവം. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഇ എസ് ടി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് 0 എഴുതാം. ഓക്കെ, സംശയമൊന്നുമില്ല. 1 to 3യുടെയോ? 1 to 3യുടെ സെയിം തന്നെ. 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് 1 ആണ്. ടെയിൽ നോഡ് എന്ന് പറയുന്ന 1 ആണ്. സോ അതിന്റെ ആ ഒരു ഇവിടുത്തെ വാല്യൂ 0 കൊടു. 1 to 4ന്റെയും 0 തന്നെ ആയിരിക്കും അല്ലെ. 1 to 4ന്റെ ടെയിൽ ഇവന്റും ഏതാണ്? 1 എന്ന് പറയുന്ന നോഡാണ്. സോ അവിടുത്തെ ഫസ്റ്റ് ബോക്സിലെ വാല്യൂ, ലെഫ്റ്റ് സൈഡിലെ ബോക്സിലെ വാല്യൂ 0 തന്നെയാണ്. 0 കൊടുക്കാം. 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി എടുക്കുക. 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി നിങ്ങൾ കണ്ടു കാണും അല്ലെ. ഇവിടാണ് 2 to 3 വരുന്നത്. 2 to 3യുടെ ടെയിൽ ഇവന്റ് ഏതാണ്? അതിന്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എവിടെ ആയിരിക്കും കിടക്കുക? ടെയിൽ ഇവന്റിലായിരിക്കും കിടക്കുക. 2 to 3യുടെ ടെയിൽ ഇവന്റിലായിരിക്കും കിടക്കുക. ടെയിൽ ഇവന്റിന്റെ ഇവിടുത്തെ എത്രയാണ്? 8. അവിടെ 2 to 6നും വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. സോ 8 തന്നെ ആയിരിക്കും. 3 to 5ലേക്ക് വന്ന് 3 to 5ന്റെ ടെയിൽ ഇവന്റ് എവിടെയാണ്? അല്ലെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? 3 to 5ന്റെ ടെയിൽ ഇവന്റിലേക്ക് വരിക, അവിടുത്തെ ഈ വാല്യൂ എടുക്കുക, 18. അതുപോലെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേനും ഞാനിതിനാ പറയുന്നത്, നിങ്ങൾക്ക് അറിയാം. 18, 8, 8, 35. ശരിയാണോ? ശരിയല്ലേ? ഇ എസ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇ എസ് ടി പ്ലസ് ടൈം ചെയ്താൽ മതി. ഇ എസ് ടിയെ ടൈം ഡ്യൂറേഷൻ കൊണ്ട് ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. സോ 8 0 8, 10 0 10, 8 0 8, 10 8 18, 16 8 24, 17 18 35, 18 8 26, 14 8 22. ശരിയല്ലേ? 15 9 44. ശരിയല്ലേ? 10 8 18 24 35 26 22 44. ശരിയാണോ? ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എൽ എസ് ടി ആണ്. എൽ എസ് ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എൽ എഫ് ടി നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. എൽ എഫ് ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ എഫ് ടിയിൽ നിന്ന് ടൈം ഡ്യൂറേഷൻ കുറച്ചാൽ നമുക്ക് എൽ എസ് ടി കിട്ടും. അതുകൊണ്ട് ആദ്യം നമ്മൾ എൽ എഫ് ടി ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന എൽ എഫ് ടി പെറുക്കി എഴുതുക. അതായത് 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം എവിടെ ആയിരിക്കും കിടക്കുക? ഹെഡ് ഇവന്റിലായിരിക്കും കിടക്കുക അല്ലെ. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റ് ആണ്. സോ ഇവിടുത്തെ വാല്യൂ ബോക്സിലെ റൈറ്റ് സൈഡിലെ എമൗണ്ട്, റൈറ്റ് സൈഡിലെ വാല്യൂ എത്രയാണോ അതാണ് എഴുതേണ്ടത്. ഓക്കെ, സോ 8 വരും അല്ലെ. 1 to 3യുടെ എത്ര വരും? 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവന്റ് ഏതാണ്? ഇതാണ്. സോ ഇവിടുത്തെ 18 എഴുതണം. ശരിയല്ലേ പറഞ്ഞേ? 1 to 4ന്റെയോ? 1 to 4ന്റെ ഹെഡ് ഇവന്റ് ഇവിടെയാണ്. സോ ഇവിടുത്തെ വാല്യൂ എഴുതണം, 17 എഴുതണം. അതുപോലെ താപ്പോട്ടൊന്ന് എഴുതിക്ക്. 18, 15, 44, 45, 34, 18, 17, 8. ശരിയല്ലേ? ഇനിയിപ്പോ എന്താ കണ്ടുപിടിക്കാൻ പാട്? എൽ എഫ് ടിയിൽ നിന്ന് ടൈം ഡ്യൂറേഷൻ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? എൽ എസ് ടി കിട്ടും. 8 0 പോയാൽ 8 പോയാൽ 0, 18 10 പോയാൽ 8, 17 8 പോയാൽ 9 അല്ലേ? 9 ആണോ? 9 അല്ലേ? 8 16 17. ഓക്കെ. 18 10 പോയാൽ 8, 44 16 പോയാൽ 28, 35 17 പോയാൽ 18 ആണോ? ആണ്.
18 17 35 14 30 14 30 44 9 38 9 35 9 44 35 9 44 ശരിയല്ലേ? LST ശരിയാണോ? LST കുഴപ്പമില്ല. ഓക്കെ. ഇനി സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ് 1 to 2ന്റെ ഹെഡ് ഇവന്റ് ഏതാണ്? 1 to 2ന്റെ ഹെഡ് ഇവന്റ് 1 to 2ന്റെ ഹെഡ് ഇവന്റ് ഇതാണ്. 1 to 2ന്റെ ഹെഡ് ഇവന്റ് ഇതാണ്. സോ ഇവിടുത്തെ ഈ രണ്ട് വാല്യൂസുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 0. 1 to 3യുടെ ഹെഡ് ഇവന്റ് ഏതാണ്? 1 to 3യുടെ ഹെഡ് ഇവന്റ് ഇതാണ്. 1 to 3യുടെ ഹെഡ് ഇവന്റ് ഇതാണ്. 18 - 18 0. 1 to 4ന്റെ ഹെഡ് ഇവന്റ് ഏതാ? ഇവനാണ് അല്ലെ. 17 - 8 ചെയ്യണം. 8 9 8 17. സോ 9 വരും. 2 to 3യുടെ ഹെഡ് ഇവന്റ് ഏതാണ്? 2 to 3യുടെ ഹെഡ് ഇവന്റ് ഇവനാണ് അല്ലെ. 18 - 8 0. ആ രീതിക്ക് നിങ്ങൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെ ഒന്ന് കണ്ടുപിടിച്ചേ. ബാക്കി എല്ലാം 0 ആയിരിക്കും അല്ലെ. ശരിയല്ലേ? ഇനി ടെയിൽ ഇവന്റ്, സ്ലാക്ക് ഓഫ് ടെയിൽ ഇവന്റ് 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് ഏതാണ്? ഇവനാണ്. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് പുറകെ കിടക്കുന്ന ഏതാണ്? വാലറ്റത്ത് കിടക്കുന്ന ആരാണ്? 1 എന്ന് പറയുന്ന നോഡാണ്. സോ അവിടുത്തെ ആ രണ്ട് വാല്യൂസിന്റെ വ്യത്യാസം 0 - 0 0. അതുപോലെ 1 to 3യുടെ 0 തന്നെ ആയിരിക്കും. 1 to 4ന്റെ 0 തന്നെ ആയിരിക്കും. യാതൊരു സംശയമില്ല. രണ്ടിന്റെ ടെയിൽ ഇവന്റ് 1 ആണ്. 1ലെ രണ്ട് സീറോസ് ആണ്. അതുകൊണ്ട് 0 തന്നെ വരും. 2 to 3യുടെ ടെയിൽ ഇവന്റ് ഏതാണ്? 2 to 3യുടെ ടെയിൽ ഇവന്റ് ഇവനാണ് അല്ലെ. 2 to 3യുടെ ടെയിൽ ഇവന്റ് ഇവനാണ്. സോ അവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? അതും 0 തന്നെ ആയിരിക്കും. ബാക്കി കണ്ടുപിടിച്ച് 6 0. ഇവിടെ ഒരു 9 വരും അല്ലെ. 4 to 5ല് മാത്രം ഒരു 9 വരും. 4 to 5ല് മാത്രമല്ല 4 to 6ലും ഒരു 9 വരും. ദെൻ 0 വരും. ശരിയാണല്ലോ. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കട്ടെ, മുകളിൽ വല്ലതും ഉണ്ടോന്ന്. അതാണ്ട് കിടക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ സിമ്പിൾ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ചാൽ മതി. LST - EST. LSTയും ESTയും അവൈലബിൾ ആണ്. LSTയും ESTയും നമുക്ക് അവൈലബിൾ ആണ്. LSTയും ESTയും നമുക്ക് അവൈലബിൾ ആണ്. സോ അത് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? മൈനസ് ചെയ്തേ. 0 8 0 8 9 0 20 0 9 22 ആണോ? പിന്നെ 0. ശരിയല്ലേ? ടോട്ടൽ ഫ്ലോട്ട് LST - EST. ഓക്കെ, മൈനസ് ഫിഗേഴ്സ് ഒന്നും വരില്ല കേട്ടോ. ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറന്നുപോയോ? എങ്ങനെയായിരുന്നു? ഞാൻ തുടച്ചു തോന്നുന്നു. ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ. ഒന്ന് നോക്കിക്കേ ശരിയാണോന്ന് ഞാൻ പറഞ്ഞു. ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ്. ടോട്ടൽ ഫ്ലോട്ട് മൈനസ് സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റ്. ടോട്ടൽ ഫ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചേ ഉള്ളൂ. ഹെഡ് ഇവന്റ് ഓൾറെഡി അവൈലബിൾ ആണ്. സോ മൈനസ് ചെയ്താൽ മതി. 0 8 0 0 20 0 9 22 0. ശരിയാണോ? പൂജ്യം 8 0 0 20 0 9 0. ശരിയല്ലേ? ശരിയാണല്ലോ. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് കൂടെ കണ്ടുപിടിച്ചേ. അതോടെ തീരും. ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് അതോടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഫ്രീ ഫ്ലോട്ട് മൈനസ്
ആ എന്തായിരുന്നു? സ്ലാക്ക് ഓഫ് ടെയിൽ ഇവന്റ്. ഫ്രീ ഫ്ലോട്ട് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതിൽ നിന്ന് സ്ലാക്ക് ഓഫ് ടെയിൽ ഇവന്റ് കുറച്ചാൽ മതി അല്ലെ. 0, 8, 0, 0, 9, 0, 0, 13, 0. ശരിയാണോ? ശരിയല്ല. നോക്കിക്കേ ശരിയാണോ? ശരിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ എവിടെയും. ഓക്കെ, ഇത്ര മതിയാവും. ഇനി ഒരു ഡിഫറെന്റ് ടൈപ്പ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്ന ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ജസ്റ്റ് അത് ഇതുവരെ തന്ന ആ ഒരു രീതിയിലായിരിക്കില്ല ആക്ടിവിറ്റീസ് തന്നിരിക്കുക. അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും, അല്പം ഡിഫിക്കൽട്ടും ആയിരിക്കും വരയ്ക്കാൻ. സോ അതുകൂടെ പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് പെർട്ടിലേക്ക് കടക്കാം. ഓക്കെ, ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കാനേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് പാത്തും ഫോർവേഡ് പാത്തും ഉപയോഗിച്ച് അതിന്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോളൂ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു രീതിയിലാണ് ഇവിടെ ആക്ടിവിറ്റീസ് തന്നിരിക്കുന്നത്. ദിസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദിസ് ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, A14 ടൈം ഡ്യൂറേഷൻ ആണ് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ ആണ് 14 എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം ഇവിടെ പറയാൻ പോകുന്ന ആക്ടിവിറ്റീസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ. സോ അതാണ് ബിഫോർ ദിസ് ക്യാൻ സ്റ്റാർട്ട്. ദിസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദിസ് ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞിരിക്കും. സോ ഇത് എന്താ സംഭവം ഉദ്ദേശിക്കുന്നത്? എന്താ സക്സീഡിങ് ആക്ടിവിറ്റി ആണ്. അവർ വേറൊരു രീതിയിൽ നമ്മളെ നമ്മളെ ചുറ്റിക്കാനായിട്ട് വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇതിലൊന്നും വീണ് പോകരുത് കേട്ടോ. B28 അത് കഴിഞ്ഞിട്ടാണ് സി സംഭവിക്കേണ്ടത്. C20 ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഡി സംഭവിക്കേണ്ടത്. ഡിയുടെ 14 ആണ് നമ്പർ ടൈം ഡ്യൂറേഷൻ, അതുപോലെ ഇയുടെ 42. ഈ രണ്ട് ആക്ടിവിറ്റീസും ജോയിൻ ആവുന്ന പോയിന്റിൽ നിന്ന് വേണം എഫും ജിയും കെയും വരാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എഫിന്റെ ടൈം വന്നിട്ടുണ്ട് 14, ജിയുടെ തന്നിട്ടുണ്ട് 24. എഫും ജിയും ചേരുന്ന പോയിന്റിൽ നിന്ന് വേണം എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ? ഐ എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ. അതിന്റെ ടൈം ഡ്യൂറേഷൻ 30. ദെൻ ജെ ആണ്. ജെ എന്ന് പറയുന്ന ആക്ടിവിറ്റി 60 ആണ് ടൈം ഡ്യൂറേഷൻ. ജെ കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം കെ തുടങ്ങാൻ, അതിന്റെ 30 തന്നെ. ഓക്കെ, ഇവിടെ രണ്ട് കണ്ടീഷനും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഇ ജെ ജോയിൻ ആവുന്ന പോയിന്റിൽ നിന്ന് വേണം കെ വരയ്ക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷനാണ് കേട്ടോ. അതുപോലെ ഡിയും ഇയും ജോയിൻ ആവുന്ന പോയിന്റിൽ നിന്ന് വേണം എഫും ജിയും വരയ്ക്കാനെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അവർ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും കൂടെ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. എന്തായാലും നിങ്ങളൊന്ന് വരയ്ക്ക്, ഇവിടെ വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, വരച്ചോളൂ, ശ്രമിച്ചു നോക്ക്.
ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലെ? ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ് ഞാൻ അല്പം ചെറുതാക്കിയത്. ഇതുപറ്റി പറ്റുന്നില്ലയോ? പ്രശ്നമാണ് സാറേ, പ്രശ്നമാണോ? അനാവശ്യമായിട്ട് ഡമ്മി ഇടരുത്. അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ഡമ്മി ഉപയോഗിക്കാവൂ, ഡമ്മി ആക്ടിവിറ്റീസ് ഉപയോഗിക്കാവൂ. അതുപോലെ അനാവശ്യമായിട്ട് നോഡുകളും ഇടാൻ പാടില്ല. മാക്സിമം നോഡുകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാ ഞാനും കൂടെ വരയ്ക്കാം. എ എന്ന് പറയുന്ന ആക്ടിവിറ്റി, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം വേണം ബിയും ഇയും ജെയും സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്താ ബി സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ ഇ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ ജെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം സി തുടങ്ങാമെന്ന് പറയുന്നത്. സോ നമുക്ക് സി തുടങ്ങാം. സി. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്നാണ് ഡി വരേണ്ടത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതാ ഇങ്ങോട്ടേക്ക് അങ്ങ് വരയ്ക്കും എന്ന് വിചാരിച്ചോ. എന്നിട്ടൊരു നോഡും അങ്ങ് വരും. ഓക്കെ, മറ്റേ കാര്യങ്ങളൊന്നും, പിന്നെ വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന എന്താന്ന് നോക്കി, ഡിയും ഇയും ചേരുന്ന പോയിന്റിൽ നിന്ന് കണ്ടോ, ഡിയും ഇയും ചേരുന്ന പോയിന്റ്. അപ്പോ ഡി നമ്മൾ എങ്ങോട്ടേക്ക് യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക? ഇയിലേക്ക് യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ? മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ ഡിയും ഇയും ചേരുന്ന പോയിന്റിൽ നിന്നാണ് എഫും ജിയും കെയും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, നമുക്കത് വരയ്ക്കാം. ഡിയും ഇയും ചേരുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഫും ജിയും കെയും വരയ്ക്കാം. എന്താ, റെഡി അല്ലേ? എഫ്, അതുപോലെ ജി, എഫ്, എഫ്, ജി. ഓക്കെ, കെ വരയ്ക്കാൻ വരട്ടെ, കെ വരയ്ക്കാൻ വരട്ടെ കേട്ടോ, കെ വരയ്ക്കാൻ വരട്ടെ. കണ്ടീഷൻ നോക്കുക. കെ എന്ന് പറയുന്ന ആക്ടിവിറ്റി കണ്ടീഷനിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ടീഷൻ നോക്കണം വരയ്ക്കുന്നതിന് മുമ്പ്. ഡിയും ഇയും ജെയും കൂടെ വരുന്ന പോയിന്റിൽ നിന്ന് വേണം കെ വരാനെന്ന് പറയുന്നു. ഡിയും ഇയും ജെയും വരുന്ന പോയിന്റിൽ നിന്ന് വേണം കെ വരാനെന്ന് പറയുന്നു. അതെങ്ങനെയാ സാറേ പറ്റുന്നത്? ഡിയും ഇയും ഓക്കെയാണ്, ഡിയും ഇയിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ കെ ഇവിടുന്ന് വേണേ വരയ്ക്കായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതല്ല സിറ്റുവേഷൻ, ജെയൂടെ വരണം, അതിൽ ജെയൂടെ വരണം. ജെ താണ്ട സാർ ഇവിടെ കിടക്കുകയാണ്, ജെ താണ്ട്. അപ്പൊ എങ്ങനെയാ സാറേ വരയ്ക്കുക? അപ്പൊ എങ്ങനെയാ സാറേ വരയ്ക്കുന്നത്? സംശയമായി അല്ലേ? ഇതിനല്ലേ ഡമ്മി, ഇതിനല്ലേ ഡമ്മി. ദാ ഇവിടുന്ന് ഒരു ഡമ്മി ഇങ്ങോട്ട് കൊടുത്താ പോരെ, ഒരു ഡമ്മി കൊടുത്താ പോരെ. അപ്പോ ഡിയും ഇയും ജെയും ദാ ഈ ഒരു പോയിന്റിൽ ജോയിൻ ആയില്ലേ? ആയോ? നിങ്ങൾ പറ. ഡിയും ഇയും ജെയും ഈ ഒരു നോഡിൽ, അഞ്ചാമത്തെ നോഡിൽ ജോയിൻ ആയി. ഇവിടുന്ന് എന്ത് ചെയ്യാം? നമുക്ക് ധൈര്യമായിട്ട് കെ വരയ്ക്കാം, നോ പ്രോബ്ലം. ഇല്ലേ? ശരിയല്ലേ? ശരിയാണ്. എഫിൽ നിന്നും ജിയിൽ നിന്നുമാണ് കെ വരേണ്ടതെന്ന് പറയുന്നുണ്ട്. അടുത്തത് എഫും ജിയിൽ നിന്നുമാണ് ഐ വരേണ്ടത് അല്ലെ? ഐ വരേണ്ടത്. അയ്യോ സാറേ, എഫ് ഒരറ്റത്ത് കിടക്കുന്നു, ജി ഒരറ്റത്ത് കിടക്കുന്നു. അപ്പൊ എങ്ങനാ എന്ത് ചെയ്യും? പിന്നെ പ്രശ്നമായി. ഒരു പ്രശ്നമില്ല, അവിടെയും ഒരു ഡമ്മി അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡമ്മി കൊടുക്കും. ഇവിടെ ഒരു ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എഫും ജിയും ഈ ഒരു നോഡില് ജോയിൻ ആയല്ലോ. ഇവിടുന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? ഐ വരയ്ക്കാം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം.
കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് ആ ഒരു ഡയഗ്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, നമ്മൾ പറഞ്ഞത് ശരിയാണോ? വീണ്ടും വീണ്ടും ഞാൻ വീണ്ടും എന്താണ് ഈ ഒരു വീഡിയോ എടുത്ത് കാണും കേട്ടോ. അപ്പത്തേക്ക് ഇത് വരയ്ക്കേണ്ട ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതല്ല, ഇങ്ങനെ ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കെ നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടീഷനിലേക്ക് ഒന്ന് പോയപ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും. കെ വരയ്ക്കുന്നതിന് മുമ്പ് എഫും ഡിയും ഇയും ചേരുന്ന പോയിന്റിൽ നിന്ന് എഫും ജിയും വരച്ചു. കെയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് കണ്ടീഷനിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടി. മാക്സിമം നോഡില് സംഗതി കിട്ടി. ഓക്കെ, നിങ്ങൾ അല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വരയ്ക്കാൻ പോയാൽ 10ഉം 11 നോഡിലേക്ക് പോകും. അത് തെറ്റാണ്, മാർക്ക് കിട്ടില്ല കേട്ടോ. ഇത് കറക്റ്റ് സൊല്യൂഷൻ ആണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് ഫോർവേഡ് പാത്തും ബാക്ക്വേർഡ് പാത്തും ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാം. അതിനുശേഷം സ്ലാക്ക് ഓഫ് ഹെഡ് ഇവന്റും സ്ലാക്ക് ഓഫ് ടെയിൽ ഇവന്റും അതുപോലെ ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്, ഇത്ര നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് എനിക്ക് അയച്ചോളൂ. ഈ ഒരു പ്രോബ്ലത്തിന്റെ സ്ലാക്ക്, അതുപോലെ ഏതാണ് ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്നിവ കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തരിക കേട്ടോ. ഹോംവർക്ക് ആണ്, നിങ്ങൾ എല്ലാവരും ചെയ്തയക്കുക. ഞാനത് വാല്യൂ ചെയ്യും കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ആൻസർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഡയഗ്രം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സംശയമില്ലല്ലോ? ഇത് നോക്കിയാണെങ്കിൽ ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കടക്കാണ്. പെർട്ട് നമ്മൾ CPM പഠിച്ചു കഴിഞ്ഞു. CPM കംപ്ലീറ്റ് ആയി, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പെർട്ട് ആണ്. പെർട്ടിന്റെ ഫുൾ ഫോം അറിയാമല്ലോ. എന്താണ്? പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഓക്കെ, ഇവിടെ വേറെ സംഗതികളൊന്നുമില്ല, വലിയ കൊനസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഫോർവേഡോ ബാക്ക്വേർഡോ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നുമില്ല. സ്ലാക്ക്, ഹെഡ് ഇവന്റ്, ടെയിൽ ഇവന്റ്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഒന്നും കണ്ടുപിടിക്കാനില്ല. ഇവിടെ 3 ടൈംസ് നമുക്ക് തരും. ക്വസ്റ്റനില് ആക്ടിവിറ്റിക്ക് പുറമെ 3 ടൈമുകളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും. അത് ചില ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ഡയഗ്രത്തിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള ടൈംസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഡയഗ്രത്തിൽ ഇട്ട് കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, നമുക്ക് 3 ടൈം തരും. അതിൽ നിന്നും എക്സ്പെക്ടഡ് ടൈം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് ഓരോ ആക്ടിവിറ്റിക്കും അതിട്ട് കൊടുക്കുക, ഡയഗ്രത്തിൽ അതിട്ട് കൊടുക്കുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിലെ ആദ്യത്തെ ടൈമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. എഴുതിക്കോളൂ, ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഓക്കെ, ഷോർട്ടസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് TO യിലാണ് കേട്ടോ. TO എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ചെറിയൊരു മീനിങ് എഴുതാം. ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം, shortest possible time in which an activity can be completed. Shortest possible time in which an activity can be completed. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവാനുള്ള ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിനെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. TO എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ
പെസിമിസ്റ്റിക് ടൈം ആണ്. പെസിമിസ്റ്റിക് ടൈം എങ്ങനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുക? TP എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുക. TP എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം പോസിബിൾ ടൈം in which an activity can be completed. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം പോസിബിൾ ടൈം, അതിനെയാണ് നമ്മൾ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് TP. ലാസ്റ്റ് വൺ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയും. മോസ്റ്റ് ലൈക്ലി ടൈം TM എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. TM അതായത് മീഡിയം പോസിബിൾ ടൈം. മീഡിയം പോസിബിൾ ടൈം in which an activity can be completed. മനസ്സിലായി കാണുമല്ലോ. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവാനുള്ള മീഡിയം പോസിബിൾ ടൈമിനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം. ഈ എക്സ്പെക്ടഡ് ടൈം എന്താവും? എക്സ്പെക്ടഡ് ടൈം അത് ഇച്ചിരി വലുതായിട്ട് കൊടുക്കും. എക്സ്പെക്ടഡ് ടൈം, എക്സ്പെക്ടഡ് ടൈം ഇതാണ് നമ്മൾ ഡയഗ്രത്തിൽ ഇട്ടു കൊടുക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് കിട്ടും? ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ടൈംസുകളെയൊക്കെ ചില ഇക്വേഷനിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എക്സ്പെക്ടഡ് ടൈം. എക്സ്പെക്ടഡ് ടൈം is the average time taken for completion for an activity or job. ആവറേജ് ടൈം, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ആവാനുള്ള ആവറേജ് ടൈമിനെയാണ് നമ്മൾ എക്സ്പെക്ടഡ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പെക്ടഡ് ടൈം നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അതിനുള്ള ഇക്വേഷൻ ആണ് ദാ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നു. നിങ്ങൾ എഴുതുക, എഴുതിയെടുക്കുക. ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 into most likely time plus pessimistic time. Divide by 6. ആവറേജ് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റനിലെ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്ടഡ് ടൈം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അത് ഡയഗ്രത്തിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് ചെയ്യാം. ക്വസ്റ്റൻ എഴുതിക്കോ. A small project is consists of 7 activities. 7 activities whose time estimates are listed below. Activities are identified by beginning and ending node. Beginning and ending node. Okay.
ഓക്കെ, ആക്ടിവിറ്റീസ് എഴുതിക്കോ. 1 to 2, 1 to 3, 1 to 4, 2 to 5, 3 to 5, 4 to 6, 5 to 6. അതിന്റെ ഒപ്റ്റിമിസ്റ്റിക് ടൈം ആണ് അടുത്തത് എഴുതാറ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, അതായത് TO. 1 to 2-ന്റേത് 2, 1 to 3-യുടേത് 2, 4, 2, 4, 4, 6. അടുത്ത എഴുതാൻ പോകുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം ആണ്. മോസ്റ്റ് ലൈക്ലി ടൈം എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? TM അല്ലെ? 2, 8, അതായത് ആക്ടിവിറ്റീസിന്റെ ആണ് കേട്ടോ. 2, 8, then 4, 2, 10, 10, 12. അടുത്ത പെസിമിസ്റ്റിക് ടൈം ആണ്. പെസിമിസ്റ്റിക് ടൈം എങ്ങനെയാണ്? TP ആണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? എഴുതിക്കോ. 14, 14, 16, 2, 28, 16, 30. കാണുന്നുണ്ടല്ലോ അല്ലെ? So calculate the, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ വേണ്ട. draw network diagram and calculate the expected time and also the path. Okay, question ആണ്. ഡയഗ്രാം വരയ്ക്കാം ആദ്യം, അല്ലെങ്കിൽ ഡയഗ്രാം ആദ്യം വരയ്ക്കണ്ട, അതല്ല ശരി. നിങ്ങൾ ആദ്യം ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. 1 to 2-ന്റെ ഞാനൊന്ന് ചെയ്യാം. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിടൂ. TO plus 4 into TM plus TP divided by 6. ഇതല്ല നമ്മുടെ ഇക്വേഷൻ. 1 to 2-ന്റെ TO എത്രയാണ്? 1 to 2-ന്റെ TO 2 ആണോ? പ്ലസ് 4 into TM എത്ര? 1 to 2-ന്റെ TM 2 ആണ്, അതും 2 ആണ്. പ്ലസ് TP 1 to 2-ന്റെ TP എത്രയാ? 14 ഡിവൈഡ് ബൈ 6 ചെയ്യുക. എത്ര വരും? 4 വരും. ശരിയല്ലേ? ചെക്ക് ചെയ്ത് നോക്കി. അതുപോലെ 1 to 3-യുടെ കണ്ടുപിടിക്കുക. 1 to 3-യുടെ TO എത്രയാണ്? 1 to 3-യുടെ 2 അല്ലെ? 2 പ്ലസ് 4 into 8 ആണോ? TM എത്രയാ? 8 ആണ്. ഈ 4 ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ, ഇക്വേഷനിലുള്ളതാണ് 4. 8 പ്ലസ് 14 ആണോ? 14 ആണ് അല്ലെ? ഓക്കെ, ഡിവൈഡ് ബൈ 6 എത്ര വരും? 1 to 3-യുടെ 8 വരും. ശരിയല്ലേ? 1 to 4-ന്റെ കണ്ടുപിടിച്ച 1 to 4-ന്റെ TO എത്രയാ? 1 to 4-ന്റെ TO 4 ആണ് അല്ലെ? സോ 4 plus 4 into 4 അല്ലെ? പ്ലസ് 16 എത്ര വരും? 6 വരും. അങ്ങനെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്റെ കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക.
എന്നിട്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എഴുതി ചേർക്കാൻ വേണമെങ്കിൽ ഓരോന്നിന്റെയും എഴുതി ചേർക്കാം കേട്ടോ. കുഴപ്പമില്ല, എഴുതി ചേർക്കുന്നതിൽ കുഴപ്പമില്ല. സോ ആ ടൈംസ് ആയിരിക്കണം നിങ്ങൾ ഡയഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് 1 to 2ന്റെ 4, 1 to 3യുടെ 8, 1 to 4ന്റെ എത്രയാ 6, അതുപോലെ 2 to 5ന്റെ എത്രയാ 2, 3 to 5ന്റെ 12, 4 to 6ന്റെ 10, 5 to 6ന്റെ 14. ശരിയാണോ? ശരിയാണോ കിട്ടിയിരിക്കുന്നത്? നോക്കിയേ. ഈ രീതിക്കാണോ കിട്ടിയിരിക്കുന്നത്? എക്സ്പെക്ടഡ് ടൈം ഈ രീതിയിലാണോ കിട്ടിയിരിക്കുന്നത്? 4, 8, 6, 2, 12, 10, 14. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ഡയഗ്രാം വരച്ചോളൂ. ഡയഗ്രാം വരച്ചോളൂ. സിമ്പിൾ ഡയഗ്രാം അല്ലേ? 1 to 2, 1 to 2, 1 to 3. 1 to 2ന്റെ ടൈം എത്രയാ കൊടുക്കേണ്ടത്? ഇതാ കൊടുക്കേണ്ടത്. 4 ആണ് കൊടുക്കേണ്ടത് കേട്ടോ. 1 to 3യുടെ എത്രയാ 8. Then 1 to 4 ഉണ്ടോ? 1 to 4 ഉണ്ടല്ലേ? ഓക്കെ, ഇങ്ങനൊക്കെ വരയ്ക്കാം, യാതൊരു പ്രോബ്ലം ഇല്ല. 1 to 4ന്റെ എത്രയാ? 1 to 4ന്റെ 6 ആണോ? Then 2 to 5. 2 to 5. 2 to 5ന്റെ എത്രയാ വാല്യൂ? 2 ആണ് അല്ലേ? എക്സ്പെക്ടഡ് ടൈം 2 അല്ലേ? 3 to 5. 3 to 5ന്റെ എത്രയാ? 12 ആണോ? 12 ആണോ? 4 to 6. 4 to 6. 4 to 6. 4 to 6ന്റെ എത്രയാ? 10. 10 അല്ലേ എക്സ്പെക്ടഡ് ടൈം? 5 to 6ന്റെ എത്രയാ? 40. കണ്ടോ? ഇനി ഇതിൽ എത്ര പാത്ത് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ പാത്തിലെയും ഡ്യൂറേഷൻ ചെക്ക് ചെയ്യുക. അതിലെ ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം ഏതാണോ അതായിരിക്കും പെർട്ട്. ഒന്ന് നോക്കിക്കേ ഏതാണ്. എത്ര പാത്ത് ഉണ്ടെന്ന് ആദ്യം എഴുതിയെടുക്കും കേട്ടോ. ടിക്കൽ പാത്ത് ഒന്നും അല്ല കേട്ടോ. എത്ര പാത്ത് ഉണ്ട്? ഒന്നാമത്തെ പാത്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 to 2, 2 to 5, 5 to 6. ഇതൊരു പാത്താണ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 4 + 2 + 14. 14 16 നാടി 20 അല്ലെ? 20 ഡേയ്സ്. രണ്ടാമത്തെ പാത്ത് എന്ന് പറയുമ്പോൾ 1 to 3, 3 to 5, 5 to 6. അതിന്റെ എത്രയാണ് വരുന്നത്? 1 to 3യുടെ 8 + 12, 20, 14, 34 ഡേയ്സ്. മൂന്നാമത്തെ പാത്ത് ഏതാ? 1 to 4, 4 to 6. അത് എത്ര വരും? 10, 6, 16 വരുന്നത്. 16 ഡേയ്സ്. സോ ഇതിൽ ഏതാണ് ഹൈയസ്റ്റ് ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം? 34 ഡേയ്സ് ആണ്. സോ നമുക്ക് പെർട്ട് ഏതാണ്? പെർട്ട് രണ്ടിതാണ്. ഓക്കെ, സോ നമുക്ക് ആ പാത്ത് ഒന്ന് ഡബിൾ ലൈൻ വരച്ച് ഒന്നുകൂടെ ഡിനോട്ട് ചെയ്തേക്കാം കേട്ടോ. 1 to 3, 3 to 5, 1 to 3, 3 to 5, 5 to 6. ഇത്രേ ഉള്ളൂ. ഇത് കൂടുതലൊന്നുമില്ല. പ്രശ്നമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ പ്രോബ്ലം ചെയ്തതിൽ? ഒരെണ്ണം കൂടെ ചെയ്യാം. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ചെയ്യാം. പെർട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. റെഡിയാണോ? ചെയ്യാം.
പിന്നെന്താ, ചെയ്യാലോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സ്ലാബ് വല്ലതുണ്ടേ പറയണേ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി പ്രൊസീഡിങ് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റി പ്രൊസീഡിങ് ആക്ടിവിറ്റി. A, B, C, D, E, F, G, H, I, J, K, L. ABCD, E, F, G, F, G, H, I, J, K, L വരെ ഉണ്ട് കേട്ടോ. L വരെ ഉണ്ട്. J, K, L. പ്രൊസീഡിങ് ആക്ടിവിറ്റി നില്ല്. ബിയുടെയും എയുടെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി നില്ലാണ്. സിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ, ഡിയുടേത് എ ആണ്. അതുപോലെ ഇയുടേത് ബി, എഫിൻ്റെത് ബി ആണ്. ജിയുടേത് സിയും ഡിയും, എച്ചിൻ്റെത് ഇ ആണ്. പ്രൊസീഡിങ് കേട്ടോ. ഐയുടേത് സിയും ഡിയും, ഐയുടെയും ജിയുടെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി സിയും ഡിയും ആണ്. ജെയുടേത് ജിയും എച്ചും, കെയുടേത് എഫ്, എല്ലിന്റെ ജെയും കെയും. ഒപ്റ്റിമിസ്റ്റിക് ടൈം എഴുതിക്കോ. TO 2, 1, 4, 3, 2, 5, 3, 2, 3, 1, 4, 2. Most likely time 2, 3, 7, 5, 6, 9, 6, 6, 5, 3, 8, 5. And pessimistic 2, 7, 8, 7, 9, 11, 8, 9, 8, 4, 11, 7. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഡയഗ്രാം വരയ്ക്കുക. ആ എക്സ്പെക്റ്റഡ് ടൈംസ് ആ ഡയഗ്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പെർട്ട് കണ്ടുപിടിക്കുക. കണ്ടുപിടി. ഡയഗ്രാം ഒക്കെ എത്രയോ തവണ വരച്ചതാണ് അല്ലെ? വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വരച്ചേ.
എക്സ്പെക്റ്റഡ് ടൈം ഒന്ന് കണ്ടുപിടിച്ചോ ആദ്യം. ഞാൻ എക്സ്പെക്റ്റഡ് ടൈമുകൾ അതിനുശേഷം എഴുതിയിടാം കേട്ടോ. ഇവിടെ എഴുതിയിടാവേ, നിങ്ങൾ കണ്ടുപിടിക്കുക, അതിനുശേഷം ഞാൻ എഴുതിയിട്ടോ. പോയിന്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഇട്ട് എഴുതുകയോ റൗണ്ട് ചെയ്ത് എഴുതുകയോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പോയിന്റ് ഇട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണ്, റൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല, പോയിന്റ് ഇട്ട് എഴുതിയിരിക്കുകയാണ്. 0.6 ആണ്, 0.8 ആണ്, ആ ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ല, റൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല. 5.8 ആണെങ്കിൽ 5.8 എന്നാണ് എഴുതിയിരിക്കുന്നത്. റൗണ്ട് ചെയ്ത് എഴുതുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടൈം ആയതുകൊണ്ട് റൗണ്ട് ചെയ്ത് എഴുതുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു. പോയിന്റ് ഇട്ട് തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പോയിന്റ് ഇട്ട് തന്നെ എഴുതിക്കും കേട്ടോ. 5, 5.8, 8.6, 5.8, 5.8, 5.1, 2.8, 7.8, 4.8. ഈ രീതിക്കാണോ കിട്ടിയത്? നോക്കിയേ, അലൈൻമെന്റ് അവിടെ ഇവിടെ വ്യത്യാസം ചിലപ്പോൾ കാണും. അത് നമ്മള് കോളം ഒന്നും വരച്ചില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. സോ ഒന്ന് ചെക്ക് ചെയ്തേര്, ഇങ്ങനെ തന്നെയൊക്കെയാണോ കിട്ടിയതെന്ന് നോക്കിയാല്. ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? ഇതിൽ ഡയഗ്രാം വരച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഡയഗ്രാം വരച്ച് പെട്ട് കണ്ടുപിടിക്കാൻ എന്തോ പാട്? ഡയഗ്രാം വരച്ചോളൂ, നിങ്ങൾ വരയ്ക്കുക, അതിനുശേഷം ഞാൻ വരച്ച് കാണിക്കാം. നിങ്ങൾ വരയ്ക്കുക.
എന്തായി? ഡയഗ്രാം വരയ്ക്കായിരിക്കല്ലേ? വരച്ചു 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 വരച്ചു. വരയ്ക്കാൻ പറ്റിയോ? വരയ്ക്കണോ? വരയ്ക്കാം. One to two, 1 to 3, എയും ബിയും അല്ലെ? സി എന്ന് പറയുന്ന ആക്ടിവിറ്റി എയുടെ പ്രൊസീഡിംഗ് ആണ്. സിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണ്. സിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണ്. സിയുടെ പ്രൊസീഡിംഗ് ഡിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണ്. ഡിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണ്. ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണെന്ന് പറയും. ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണെന്ന് പറയും. ഇയുടെ പ്രൊസീഡിംഗ് ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണെന്ന് പറയുന്നു. എഫിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണെന്ന് പറയുന്നുണ്ട്. എഫിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണെന്ന് പറയുന്നത്. ഓക്കെ, ജിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സിയും ഡിയും ആണെന്ന് പറയുന്നത് അല്ലെ? ജിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സിയും ഡിയും ആണെന്ന് പറയുന്നു. സിയും ഡിയും രണ്ടും രണ്ടിടത്ത് കിടക്കുക. നമ്മളപ്പോ എന്ത് ചെയ്യേണ്ടി വരും? യോജിപ്പിക്കേണ്ടി വരും. ഡമ്മി വരയ്ക്കേണ്ടി വരും അല്ലെ? ഡമ്മി അവിടെ കമ്പൾസറി ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? ജി വരയ്ക്കാം. നോ പ്രോബ്ലം. ജി വരച്ചു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എച്ചിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഇ ആണെന്ന് പറയുന്നുണ്ട്. എച്ചിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഇ ആണ്. എച്ചിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഇ ആണ്. ഓക്കെ, എന്നാ നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ നിങ്ങൾക്ക് അടുത്തത് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരയ്ക്കുന്നത് മനസ്സിലാവും. ഐയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഏതൊക്കെയാ? ഐയുടെയും സിയും ഡിയും ആണ് അല്ലെ? ഐയുടെയും സിയും ഡിയും ആണെന്ന് പറയുന്നു. ഐയുടെയും സിയും ഡിയും ആണ് പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ജെയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ജിയും എച്ചും ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എച്ച് ഇങ്ങോട്ട് വരച്ചെന്നുള്ളത് വീഡിയോ കിട്ടിയല്ലോ. ജിയും എച്ചും ആണ് എന്തിന്റെ ഏത് ആക്ടിവിറ്റിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി? ജെ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി. ഓക്കെ, ജെ എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, ഐ വരയ്ക്കാൻ വരട്ടെ. ഒരു മിനിറ്റ്, ഐ വരയ്ക്കാൻ വരട്ടെ. ഐ വരയ്ക്കാൻ വരട്ടെ. ഐയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സിയും ഡിയും ആണ്. ഓക്കെ, സമ്മതിച്ചു. ഐ വരയ്ക്കാൻ വരട്ടെ കേട്ടോ. ജെയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ജിയും എച്ചും ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വരയ്ക്കാം. നോഡ് കുറയ്ക്കണ്ടേ? നമ്മുടെ ദൗത്യം എന്താ? നോഡ് കുറച്ച് കറക്റ്റ് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ജെ വരച്ചു. ഓക്കെ, കെയുടെ എഫ് ആണെന്ന് പറയുന്നു. കെയുടെ എഫ് എന്ത് ചെയ്യും? കെയുടെ എഫ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. കെയുടെ എഫ് ആണ്. കെയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എഫ് ആണ്. അതാണ്ട് എഫ് കിടക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഏതുള്ള? എല്ലിന്റെ ജെയും കെയും ആണെന്ന് പറയുന്നത്. എല്ലിന്റെ ജെയും കെയും ആണെന്ന് പറയുന്നുണ്ട്. എല്ലിന്റെ ജെയും കെയും ദാ ഈ നോഡിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഈ നോഡിൽ വരുന്നുണ്ടല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? എല്ല് വരയ്ക്കരുതോ? എല്ല് വരച്ചു. ഇനി വേണം നമുക്ക് എന്ത് വരയ്ക്കാം? ഇനി വേണം നമുക്ക് ഡയറക്റ്റ് മറ്റേ ഐ വരയ്ക്കാം. സിയിൽ നിന്നും ഡിയിൽ നിന്നും അല്ലെ? സിയും ഡിയുമാണ് ഐയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. സോ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം.
കണ്ടോ? നോഡ് കുറച്ചല്ലോ. കറക്റ്റ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിൽ പ്രൊസീഡിങ് ആക്ടിവിറ്റീസും തന്നിരിക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾ മാക്സിമം നോഡിലുമാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നോഡിൽ മാക്സിമം മാക്സിമം എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു മിനിമം ആണെന്ന് തോന്നുന്നു. ശരി അല്ലെ? കറക്റ്റ് അല്ലേ? ഐ വരച്ചിട്ടുണ്ട്. സിയും ഡിയും കൂട്ടിമുട്ടുന്ന ആ 5 എന്ന് പറയുന്ന നോഡിൽ. ഇനി ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇട്ട് കൊടുക്കേണ്ടത് എക്സ്പെക്ടഡ് ടൈം ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്ടഡ് ടൈം ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം പെർത്ത് കണ്ടുപിടിക്കുക, ആ ഒരു പാത്ത് കണ്ടുപിടിക്കുക, ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം വരുന്ന പാത്ത് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഏതായിരിക്കാം പാത്ത് വരിക? ഇതായിരിക്കാം പാത്ത് വരുന്നത് കേട്ടോ. നിങ്ങൾ പിന്നെ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ആൻസർ അങ്ങ് പറഞ്ഞുതരാം. എന്താ ഇതായിരിക്കും പാത്ത് വരിക. ഇതൊക്കെ ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതായത് 1 to 3, 3 to 7, 7 to 9, 9 to 10. 1 to 3യുടെ എനിക്ക് തോന്നുന്നു 3.3 ആണ്. അതുപോലെ 3 to 7ന്റെ 8.6 വരും. 7 to 9ന്റേത് 7.8 വരും. 9 to 10ന്റേത് 4.8. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3.3 പ്ലസ് 8.6 പ്ലസ് 7.8 പ്ലസ് 4.8 24.5 വരും. 24.5 ഡേയ്സ്. മറ്റുള്ള പാത്തുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് ടൈം കൂടുതലുള്ളത്. സോ ഇതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മള് CPM കഴിഞ്ഞു, പെർട്ട് പഠിച്ചു, പെർട്ടിന്റെ 2 പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പ്രൊജക്ട് ക്രാഷിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ച് അത് നാളെ കംപ്ലീറ്റ് ചെയ്യും. പ്രൊജക്ട് ക്രാഷിംഗ് ആ ഒരു ചാപ്റ്ററെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററെ നമ്മൾ അടുത്ത ദിവസം കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് 3 ദിവസം കൊണ്ട് തീർന്നേനെ. പക്ഷെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് കുറെയൊക്കെ വരച്ച് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വരച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ വരച്ച് തന്നെ കാണിച്ചത്. ഓരോന്നിന്റെ എനിക്ക് 2-3 പ്രോബ്ലം ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇത്രയും മതിയായിരിക്കും അല്ലെ? ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തരാം. നോ പ്രോബ്ലം. ഓക്കെ, വേറെ സംശയമൊന്നും ഇല്ലല്ലോ ഇതില്? പെർട്ട് കണ്ടുപിടിക്കുന്നതിൽ സംശയമൊന്നും ഇല്ലല്ലോ? CPM-നേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് പെർട്ട്. പിന്നെ ഡയഗ്രാം വരയ്ക്കുന്നതിൽ ശ്രദ്ധ നല്ലപോലെ വരക്കണം കേട്ടോ. കുറച്ചുകൂടി മുമ്പോട്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഓരോ ആക്ടിവിറ്റി വരയ്ക്കുമ്പോഴും. അത് കഴിഞ്ഞുള്ള അല്ലെങ്കിൽ അതിന്റെ അടുത്തതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നോഡുകളുടെ എണ്ണം വെറുതെ കൂട്ടരുത്, അതുകൊണ്ടാണ്. വേറെ ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.